എന്തോട് കൂടാ? ഞാനിതൊന്ന് ശരിയാക്കുമായിരുന്നു. ഒരെണ്ണം പോലും കത്തുന്നില്ലെന്ന്. ആര് പറഞ്ഞത് കത്തുന്നില്ലെന്ന്? ഇന്നലെ മുളക്കട അമ്പലത്തിൽ നിന്ന് ഊരിക്കൊണ്ട് വന്ന സാധനം ഇന്ന് കത്തുന്നില്ലെന്ന്. അപ്പൊ അത് നശിപ്പിച്ച്. ഞാനൊന്നും ചെയ്തിട്ടില്ല. അതെങ്ങനെയാണ്? വയറ് കുത്തിയാലല്ലേ കത്തു. ആ അത് ശരി. ചുച്ചിടാതിരുന്നേച്ചവൻ വയർ ഇത് തന്നെ അല്ലേ? ഇതാണല്ലേ എന്നിട്ട് കത്തുന്നില്ലെന്ന് പറഞ്ഞ ഇപ്പൊ കത്തിയാടാ? ഇപ്പൊ കത്തി ഞാൻ മൊത്തത്തിൽ കരിഞ്ഞു പോയേനെ. എടാ നിന്നെ കൊണ്ട് വലിയ ശല്യമായിട്ടിരിക്കാണ്. നിന്നെ എവിടെ പണിക്കൊണ്ടോ അവിടുത്തെ കംപ്ലൈന്റ് അല്ലേ വരത്തുള്ളൂ. എന്താ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു? കഴിഞ്ഞ പ്രാവശ്യം പാലക്കാട് പരിപാടിക്ക് ആനകൾ 8 നില കുളവാക്കി നീയല്ലേ? ഞാൻ എന്തോ ചെയ്തെന്നേ? 1,00,000 വാട്സിന്റെ പരിപാടി അവിടെ നടക്കുന്നത്. ഞാൻ മിക്സറിന്റെ അവിടെ നിന്ന് ഒന്നും മാറി ഒന്ന് മൂത്രം വെച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. നിന്റെ തുടർന്ന് ഒന്നും നോക്കിക്കോണെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു വന്നപ്പോ കാണുന്ന എന്തുവാ? 1,00,000 വാട്സ് ഉണ്ടായിരുന്ന സ്ഥലത്ത് 5,000 വാട്ടിന്റെ സൗണ്ട് പോലും ഇല്ല. നീ എന്ത് പരിപാടി അവിടെ കാണിച്ചു വെച്ചത്? എന്ന് പറഞ്ഞ 1,00,000 സൗണ്ട് ഇങ്ങനെയോട്ട് ചെവിയിലോട്ട് വരുമല്ലേ? ഞാൻ അടുക്കിരിക്കുമല്ലേ? ഇതൊക്കെ കേട്ട് എനിക്ക് അങ്ങ് തലവേദന വന്ന്. അതുകൊണ്ട് ഞാനൊന്ന് ഓളിയെ കുറച്ച് വെച്ച്. അങ്ങനെ ആ പരിപാടി 8 നില പൊട്ടി. 8 നില പൊട്ടി. നിങ്ങൾ ഇത് അവിടെ പോയി കിടക്കുകയായിരുന്നു. അത് ഞാനിപ്പോ ഈ CD ഒന്ന് റെഡിയാക്കാൻ പോയതായിരുന്നു. ഈ CD ഇതൊക്കെ ജാമ്പവാന്റെ കാലത്തുള്ള സാധനമാണ്. ഇതൊക്കെ കളയണ്ടേ? എടാ ജാമ്പവാന്റെ കാലത്തുള്ള സാധനം എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മോനെ. 2,500 കൊടുത്ത് റെഡിയാക്കി. നീ ഇപ്പൊ ആ പാട്ടൊന്ന് കേട്ട് നോക്കതേ. മാണിക്കല്ലാൽ മെഞ്ഞു മെനഞ്ഞേ മാമണി കൊട്ട മാമണി കൊട്ട മാമണി കൊട്ട മാമണി കൊട്ട എന്റെ മോഹക്കൊട്ട എന്റെ മോഹക്കൊട്ട എന്റെ മോഹക്കൊട്ട പിണക്കമാണ് എന്നോടിണക്കമാണ് അടുത്തു വന്നാലും പൊന്നെ മടിച്ചു നിൽക്കാതെ. എനിക്കൊരു പിണക്കമല്ല നിന്നോട്. ഐ ലവ് യു ചക്കര ഉമ്മ. വെറുതെ 2,500 കൊടുത്തവന് ഞാനിത് നന്നൊക്കെ കൊടുത്തവന്. ആണോ? ഇതുപോലെ ഇതെടുത്ത് മൂലക്കെട്ട് അടിച്ചിരുന്നത് കൃത്യമായിട്ട് പാടിയെന്നെ വരുന്നത്. ഇതാണ് മുതിർന്നവർ പറയുന്നത് ഒന്നുള്ളതിൽ ഒലക്കെ കടിച്ച് വളർത്തണമെന്ന്. ആ ഒരു ഒലക്കയുടെ കുറവാ ഇവിടെ. കുറവ് ഇവിടെ ഉണ്ട്. എടാ വടേ ഈ വട. ഒരു കാര്യം ഞാൻ പറയാം, എന്നെ കയറി വടയെന്ന് വിളിക്കല്ലോ കേട്ടോ. അതെന്നാ നിന്നെ വടയെന്ന് വിളിച്ചെന്താ കുഴപ്പം? എന്നെ അങ്ങനെ വടയെന്ന് വിളിക്കണ്ട. എന്നാ എന്നെ വടയെന്ന് വിളിക്കുന്നത്? എടാ നീ അമ്പിളി സൗണ്ടിലേക്ക് ഞാൻ ജോലിക്ക് വിളിച്ചിട്ട് വന്നാണോ? നീ അല്ല, നീ വലിഞ്ഞു കയറി വന്നതല്ലേ? അതെ. അതുകൊണ്ടാണ് ഞാൻ നിന്നെ വടയെന്ന് വിളിച്ചത്. എനിക്ക് ആ ഭാഗം അങ്ങോട്ട് മനസ്സിലായില്ല. എടാ നമ്മൾ ഏതെങ്കിലും ദോശക്കട ചെയ്തിട്ട് ദോശ ഓർഡർ ചെയ്യും. അപ്പൊ അതിന്റെ പുറത്ത് ഒരു കാര്യമില്ലാത്ത വലിയൊരു സാധനം പുറത്തിരിക്കും. എന്തോന്നറിയാവോ? അത് വട. നമ്മൾ ആരെങ്കിലും ഓർഡർ ചെയ്തിട്ടാണോ അത് വരുന്നത്? അല്ലല്ല. നമ്മൾ ആരെങ്കിലും കഴിക്കുവോ? ഇല്ല. എടുത്തോട്ട് പോകാൻ പറഞ്ഞാ പോകുവോ? ഇല്ല. അതുകൊണ്ടാണ് നിന്നെ വടയെന്ന് വിളിച്ചത്. കേട്ടാടാ വടേ. എന്നാലേ ഇനി എന്നെ വടയെന്ന് വിളിക്കാൻ ഒക്കത്തില്ല. അപ്പൊ നിന്നെ ഞാൻ ഇനി വടയെന്ന് വിളിക്കുന്നില്ല. സ്റ്റാൻഡേർഡ് ഉള്ള ഒരു പേര് വിളിക്കാടാ. എന്താ? PC. ഓ പോലീസ് കോൺസ്റ്റബിൾ. അല്ല ഇല്ലേ? പാഴ്ചെലവ്. സീരിയൽ കൊണ്ട് ഇവിടെ കൊണ്ടുവച്ചടാ. അല്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇതിനകത്തിരിക്കുന്ന സ്പീക്കർ ഏതെങ്കിലും ഒരെണ്ണം സംസാരിക്കുന്നുണ്ടോ? അത് ശരി. ഇവിടെ ഇരിക്കുന്ന സ്പീക്കർ സംസാരിക്കുന്നില്ല കുഴപ്പം. നിയമസഭയിൽ ഇരിക്കുന്ന സ്പീക്കർ കമാന്നൊരു അക്ഷരം മിണ്ടുന്നില്ല. അതിനൊരു കുഴപ്പമില്ല. എന്റെ സ്പീക്കർ സംസാരിക്കത്തല്ല കുഴപ്പം. അതെ അവള് കോളേജിൽ നിന്ന് വന്നു. എന്തുവാണ് ഇവിടെ കിടന്ന് കാണിക്കുന്നത്? ഒന്നുമില്ല. നീ എന്താ ഉച്ചക്ക് മുമ്പ് ഇങ്ങ് വന്നത്? ഉച്ച വരെ കോളേജ് ഉള്ളായിരുന്നു. ഉച്ച കഴിഞ്ഞ് കോളേജ് പൊളിച്ചു കളയുക? അതല്ലെന്ന് ഞാൻ ഇപ്രാവശ്യം പരിപാടിക്ക് ചേർന്നിട്ടുണ്ട്. ഏത് പരിപാടിക്ക് ചേർന്നു? കലോത്സവത്തിന്. പേര് കൊടുത്താ? അപ്പൊ എനിക്ക് ഇനി പേര് ദോഷമാകും. അയ്യോ അല്ല, ഞാൻ മിമിക്രി ചെയ്തിട്ടുണ്ട്. മിമിക്രി ചെയ്യുമെന്ന് അങ്ങനെ അറിഞ്ഞില്ല. കാണിച്ചു കേക്കട്ടെ മിമിക്രി. നമ്മുടെ വീട്ടിൽ തുരുമ്പടിച്ച കപ്പയില്ലേ, അതിനകത്ത് വെള്ളം കോരുന്ന സൗണ്ട്. ഇത് കിടക്കാച്ചിയടാ. ഇച്ചിരി ഗ്രീസ് കൂടെ വായിലോട്ട് തേച്ച് കൊടുക്കുവാണെങ്കിൽ ആ കരകരപ്പങ്ങ് മാറിയാൽ. പിന്നെ ബിന്ദു ഉണ്ട്. റബ്ബർ വിട്ടാൻ വരുന്ന ബിന്ദു? അതല്ലെന്ന് ബിന്ദു പണിക്കര്. ബിന്ദു പണിക്കര് അത് ചെയ്തോട്ടെ. എടാ സുരേഷ്, നിനക്കറിയടാ ഒന്നില്ലല്ലോ ഞാൻ ഒരേ ക്ലാസ്സിൽ പഠിച്ച് 10ാം ക്ലാസ് പിന്നെ ചോദിച്ചു ഞാൻ തോറ്റും. അതൊക്കെ ഇവറ്റൊക്കെ എന്നോട് ഇത്രയും സ്നേഹം വേണ്ടടാ. ഓ പിന്നെ ഇത് കളിച്ചാൽ കലാതിലകം എന്താണ്? ഫോൺ വൈബ്രേറ്റ്. ഫോണാ? ഹലോ. പ്രസിഡന്റ് അല്ലേ? വരാം. നീ ഇന്നലെ പഴയ അമ്പലത്തിൽ നിന്ന് വിളിക്കുന്നു. കാശ് തരാനായിരിക്കും ചെല്ലം. അവര് തരുന്നതിന്റെ പാതി ഞാൻ നിനക്ക് തരും. വരാം പ്രസിഡന്റ്. ആരെ ഇങ്ങോട്ട് വിടണ്ട പ്ലീസ്. ഞാനും പോയിരുന്നു. എവിടെ പോവോ? പഠിക്കാൻ
പഠിക്കാനോ? എന്തിനു പഠിക്കണം? ഞാനൊക്കെ പഠിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ അണ്ണ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? 8ാം ക്ലാസ് വരെ. അയ്യോ അടി, അത് വലിയൊരു പഠിത്തം തന്നെ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ വന്ന് വിളിച്ചാൽ നീ എന്റെ കൂടെ ഇറങ്ങി വരുമോ? എനിക്കൊരു സ്വപ്നമുണ്ട്. എന്താണ്? എനിക്കൊരു കാർ മേടിക്കണം, ആ. ഒരു കെട്ടിടം പണിയണം, ഒരു വിമാനത്തിൽ കയറി ഇങ്ങനെ പോണം. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ആ ഈ ആക്രി സാധനങ്ങളെല്ലാം കൂടെ വിറ്റ് കഴിഞ്ഞാൽ അതിനുള്ള കാശ് കിട്ടുമോ? അങ്ങനൊന്നും പറയുന്നില്ല, അച്ഛന്റെ സ്വപ്നം ഇത്. ഇതോ? അറിയാവോ, എന്നെ പേര് പോലും വിളിക്കത്തില്ല, ഹൂജമോളെ എന്നാ വിളിക്കുന്നത്. ആണോ? പക്ഷെ രൂപം വെച്ചാണെങ്കിൽ കോളാമ്പി എന്ന് വിളിക്കുന്നതായിരിക്കും ഫസ്റ്റ്. എടാ, നീ കാരണം ഒറ്റ രാത്രി കൊണ്ട് ഒരു അമ്പലം പള്ളിയാക്കി നീ. അതിന്റെ വഴക്ക് അവിടെ നടന്നോണ്ടിരിക്കുക. അവിടെ ഞാനെന്ത് ചെയ്യാനാ? എടാ, നിന്റെ അടുത്ത് മുരുകന്റെ അമ്പലത്തിൽ പോയിട്ട് ഞാൻ പറഞ്ഞായിരുന്നു ഫ്രണ്ടിൽ എലിമിനേഷൻ ചെയ്യാൻ. ആ, ചെയ്തല്ലോ. എടാ, മയിലിന്റെ പുറത്ത് വരുന്ന മുരുകൻ ശൂലം പിടിച്ചോണ്ട് വരുന്ന ആ. ഇന്നലെ കമ്പറ്റിക്കാരെല്ലാം കൂടെ വൈകുന്നേരം അത് കത്തിച്ച് കാണാൻ വേണ്ടി അവർ വന്ന് നിന്ന് സ്വിച്ച് ഇട്ട് കഴിഞ്ഞപ്പം ആ. അവിടെ കണ്ട കാഴ്ച എന്തോന്നറിയാവോ? ആ. അന്തോണിസ് പുണ്യാളം കുന്തവുമായിട്ട് നിൽക്കുന്നു. അപ്പൊ കുന്തമായിരുന്നോ? ആ കുന്തം കൊണ്ട് അവരെന്നെ കുത്തിയില്ലെന്നേ ഉള്ളൂ. ആ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി മേലാലു നീ എന്ത് നോക്കിക്കടി കയറി കൂടെയത്ത്. ഞാൻ കയറിപ്പോൻ വന്നല്ല, പിന്നെ ഞാൻ എന്റെ കൂടെ ഇറങ്ങിപ്പോൻ വന്ന. ആരോടെ? എന്റെ കൂടെ. എന്റെ കൂടെ കണ്ണന്റെ കൂടെ ഒരു ഓടക്കോലിന്റെ കുറവുകൂടെ ഉള്ളു ഈ കണ്ണന്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, നിന്നെ പൊന്നുപോലെ വളർത്തിയ ഇപ്പൊ ഇവന്റെ കൂടെ ഇറങ്ങിപ്പോ നിനക്ക് അങ്ങനെ മനസ്സ് തോന്നി? അച്ഛാ, ആ. എത്ര വലിയ കറണ്ട് ബില്ല് വന്നാലും അത് നമ്മൾ അടയ്ക്കും. ആ. അതുപോലെ ഒരു കാറ്റ് വന്നു കഴിഞ്ഞാലേ ആ കറണ്ട് അങ്ങ് പോകും. അതുപോലെ ഞാനും അങ്ങ് പോവുക. ഒച്ച വെച്ച് സംസാരിക്കല്ലെന്ന്. എന്താ? രാത്രി 10 മണിക്ക് ശേഷം ശബ്ദം വെച്ച് കഴിഞ്ഞാല് ആ. പെറ്റി അടിക്കുവന്ന് ആര് പറ്റി അടിക്കുന്നു? പോലീസ്. എന്റെ ദൈവമേ, അപ്പൊ സൗണ്ട് സിസ്റ്റം ഉള്ളവർക്കൊന്നും ഇനി രാത്രി 10 മണി തൊട്ട് വീട്ടിൽ നിന്ന് മിണ്ടാനും പാടില്ലേ? പറ്റത്തില്ല. വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി 8:30 ഫ്ലവേഴ്സിൽ. മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സിൽ.